പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ നിങ്ങൾ ഈശോയെ ഞങ്ങളുടെ കൂടെ നടക്കണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനും പ്രാർത്ഥിക്കാനും പരിശ്രമിക്കുക. ഇന്ന് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ യാത്രകളിലും, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹമായി കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് തോറ്റുപോയവരുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ തകർന്നുപോയ, തോറ്റുപോയ കർത്താവ് കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കും. വചനം പറയുന്നുണ്ടല്ലോ, മത്തായി 9-18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ 2 അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, രക്തസ്രാവക്കാരി 12 വർഷമായിട്ട് രക്തസ്രാവം പിടിപെട്ട സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. അവൾ പല ബിഷഗ്വരന്മാരുടെ അടുത്ത് പോയിട്ടും രോഗം സുഖപ്പെടുന്നില്ല. തോറ്റുപോയിട്ടുണ്ടാവും, രോഗം കാരണം തോറ്റുപോയിട്ടുണ്ടാവും, തളർന്നു പോയിട്ടുണ്ടാവും, മടുത്തു പോയിട്ടുണ്ടാവും. അവളുടെ ആ തോൽവിയിൽ കർത്താവ് വരികയാണ്. അവൾ തോറ്റ് തനിച്ചിരിക്കുന്ന സമയത്ത് ഈശോ വരികയാണ്. ഈശോ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ വിശ്വാസത്തോടുകൂടെ അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുമ്പോൾ സൗഖ്യം വരികയാണ്. തോറ്റുപോയവരുടെ കൂടെ നിൽക്കുന്ന ദൈവം. പച്ചനെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും രോഗം മൂലമൊക്കെ തോറ്റിരിക്കുവാണ്, മാരകമായ രോഗങ്ങൾ മൂലമൊക്കെ തോറ്റിരിക്കുവാണ്, വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമൊക്കെ തോറ്റിരിക്കുവാണെങ്കിൽ അച്ഛൻ പറയാണ്, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. തോൽവിയിൽ കൂടെയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നീട് ഭരണാധിപൻ്റെ മകള്, അവളും മരിച്ചു പോയിരുന്നു. ആ മരണപ്പെട്ട മകളെയാണ് കർത്താവ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലരും പറയും, നീ തോറ്റു, നീ തീർന്നു. ചിലപ്പോൾ ഇങ്ങനെ കടബാധ്യതയിലേക്ക് മുങ്ങി നിൽക്കുമ്പോൾ ആളുകൾ പറയും, തീർന്നു, ഇനി രക്ഷയില്ല. മക്കളൊക്കെ വഴിതെറ്റിപ്പോയി വല്ലാതെ വഷളായിരിക്കുമ്പോൾ ബന്ധുക്കളൊക്കെ പറയും, തീർന്നു, ഇനി നിന്റെ കുടുംബത്തിന് രക്ഷയില്ല. ജീവിത പങ്കാളി വിട്ടിട്ടൊക്കെ പോകുമ്പോൾ പലരും പറയും, ഇനി നിങ്ങളുടെ ബന്ധങ്ങളൊന്നും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, തീർന്നു. ഒരു കാര്യം അച്ഛൻ പറയാം, ഈശോ ഉള്ളപ്പോൾ ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. തോറ്റുപോയവരുടെ കൂടെ കർത്താവ് നിൽക്കും കേട്ടോ. ഈശോ നിന്റെ കൂടെ നിൽക്കും. നീ തളരരുത്, തകരരുത്. ദിവ്യകാരുണ്യനാഥൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.